എത്ര ഭീകരന്മാരിവിടെ വന്നു പോയിട്ടുണ്ട്. ഭീകരന്മാരെ എല്ലാം കണ്ട നാടല്ലേ, സർസിപിയുടെ മൂക്കരിഞ്ഞു വിട്ട നാടല്ലേ കേരളം. രാജഭരണത്തെ അംഗീകരിക്കാത്ത കേരളം ജനാധിപത്യ ഭരണത്തിൽ ഗവർണറെ പേടിക്കൂ. ഗവർണർ തന്നെ ആവശ്യമില്ലെന്നുള്ള നിലപാടുകാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഗവർണർ ശുദ്ധ അനാവശ്യമല്ലേ കാട്ടുന്നത്. നമ്മുടെ രാജ്യം ഭരണഘടനയ്ക്ക് അനുസൃതമായി ഭരണം നടത്തുന്ന ഒരു രാജ്യമല്ലേ. ഭരണഘടനയ്ക്ക് താഴെയാണ് എല്ലാം. ഭരണഘടനയ്ക്ക് മുകളിൽ ഭാരതാംബയെ പ്രദർശിപ്പിക്കാനോ പ്രതിഷ്ഠിക്കാനോ ശ്രമിച്ചാൽ അതിനെ കേരളം അംഗീകരിക്കില്ല. ഭാരതമാതാക്ക് ജയ്യെന്നും ഇൻകുലാബ് സിന്ദാബാദും എന്നും ഒക്കെ നമ്മൾ വിളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതിലെ ഭാരതാംബ ഇതല്ല. ഈ ഭാരതാംബ RSSന്റെ ഭാരതാംബയാണ്. ഈ ഭാരതാംബയെ അംഗീകരിക്കുന്ന കേരളമല്ല കേരളം. അത് ഗവർണർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. അതിന്ന് ശിവൻകുട്ടിയോട് മന്ത്രിയോടാണെങ്കിൽ അല്ലെങ്കിൽ പ്രസാദ് മന്ത്രിയോടാണെങ്കിൽ കേരളത്തിലെ ഒരു മന്ത്രിയും അതിനനുകൂലിക്കില്ല. ആ ധാരണയും ഗവർണർക്ക് വേണ്ട. ഗവർണറുടെ രാഷ്ട്രീയം ഉള്ളിൽ വെച്ചുകൊണ്ട് ഗവർണറുടെ പദവി എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാകണമെന്നാണ് മന്ത്രി നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. എത്ര ഭീകരന്മാരിവിടെ വന്നു പോയിട്ടുണ്ട്. ഭീകരന്മാരെ എല്ലാം കണ്ട നാടല്ലേ, സർസിപിയുടെ മൂക്കരിഞ്ഞു വിട്ട നാടല്ലേ കേരളം. രാജഭരണത്തെ അംഗീകരിക്കാത്ത കേരളം ജനാധിപത്യ ഭരണത്തിൽ ഗവർണറെ പേടിക്കൂ. ഗവർണർ തന്നെ ആവശ്യമില്ലെന്നുള്ള നിലപാടുകാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഒരിക്കലും അത്തരം പരിപാടിയായിട്ട് മുമ്പോട്ട് പോകാൻ ഗവർണർ തയ്യാറാകരുത്. ശുദ്ധ അനാവശ്യമാണ്. കേരളത്തെ വേറൊരു രീതിയിലേക്ക് മാറ്റാൻ അതൊന്നും ഇവിടെ അനുവദിക്കുകയൊന്നുമില്ല. ഗവർണറാണ് തിരുത്തേണ്ടത്, മന്ത്രിമാരല്ല. മന്ത്രിമാർ ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ മര്യാദയുടെ ഭാഗമായി ജനാധിപത്യപരമായ ഒരു നാട്ടിൽ മര്യാദ കാട്ടുന്ന നിലപാടാണ് രണ്ട് മന്ത്രിമാർ സ്വീകരിച്ചത്. അത് ആവർത്തിപ്പിക്കാൻ ഗവർണർ ശ്രമിക്കരുതെന്നാണ് പറയാനുള്ളത്. അത് പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്.